ശിവജി വന്നു കള്ളനെ പോലെ ഉമ്മ കൊടുത്തു കാമുകനെ പോലെ. അപ്പോൾ അതിലുള്ളൊരു നടിയുടെ പേര് കണ്ടിട്ടാണ്. അപ്പോൾ അവരോട് ആദ്യത്തെ ഷോട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ലാഗിങ് വന്നു. അതിപ്പോൾ സീനിച്ചിട്ട് പറഞ്ഞാൽ ഒരു അല്പം ലാഗിങ് ഡിസർവ്. ഒരു സ്ഥാനീയരായിട്ടാണ് ഇപ്പോൾ അമ്പിളിച്ചേട്ടനെയായാലും സീനിച്ചേട്ടനൊക്കെ എനിക്ക് അന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും എൻ്റെ ഫോണിൽ സിനിമാ രംഗത്തുള്ളവരുടെ നമ്പർ അധികമില്ല എന്നല്ല, ഇല്ല. രസം അമ്പിളിച്ചേട്ടൻ സെറ്റിലുണ്ടെങ്കിൽ പിന്നെ അന്ന് ഭക്ഷണം പോലും വേണ്ട. കൊണ്ടും തണുപ്പത്ത് രാത്രി ഇരിക്കുമ്പോൾ മദ്യപിക്കണം എന്ന് വരുന്നത് വേണ്ട, അയ്യോ വേണ്ടെന്ന് പറയുന്നത്. ഞാൻ മദ്യപിക്കുന്ന ആളാണ്. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു അവാർഡിന് വേണ്ടി ഒരു മൂവി ചെയ്തിട്ടില്ല, അവാർഡിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ അന്ന് പറയുന്നത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ അവാർഡ് നമുക്കുണ്ടാകും, പക്ഷെ അത് നമ്മളുടെ പേരിലേക്ക് വരണമെങ്കിൽ ചില കളികളൊക്കെ ഉണ്ട്. നമ്മൾ പൃഥ്വിരാജ് പോലെയൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് എല്ലാം പഠിച്ചിട്ടാണ്. ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ കൈ തലയിലാണോ അതോ ഇങ്ങനെ വെച്ചിട്ടാണോ അതോ ഇങ്ങനെയാണോ, ഇതാകെ കുളമാവും. എൻ്റെ അമ്മ ഒരു പ്രായാധിക്യത്താൽ അസുഖം ബാധിച്ചിരിക്കുന്ന നേരത്താണ് സിനിമയൊക്കെ കൊണ്ടുപോയി കാണിച്ചത്. എൻ്റെ അമ്മയ്ക്ക് ഈ ആസ്വാദന നിലവാരം ഒരു പ്രത്യേക തരത്തിലാണ്. അമ്മയുടെ ആസ്വാദന രീതി ഒരു പ്രത്യേക തരത്തിലാണ്. അപ്പോൾ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ്. അതിപ്പോൾ ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും അരുതായ്മ കണ്ടു കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് അമ്മ ബഹളം വയ്ക്കും. വേണ്ടി വന്നാൽ സ്റ്റേജിലേക്ക് തന്നെ കയറി വരും, പ്രതികരിക്കും. ഞാൻ മരിക്കുന്നത് ഇഷ്ടമല്ല, എന്നെ ആരും വഴക്ക് പറയുന്നത് എന്നെ അടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ അതിൽ ലയിച്ച് ചെയ്യുകയെന്ന് പറയില്ലേ, അതാണ്. ഇത് നാടകമാണെന്ന് മറന്നു പോകും അമ്മ. ഇപ്പോൾ പല നാടകങ്ങൾ കഴിഞ്ഞാലും ഗ്രീൻ റൂമിൽ വന്നിട്ട് ബഹളമായിരിക്കും അമ്മ, അതിൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള നാടക പ്രവർത്തകർക്ക് ഒരുവിധം എൻ്റെ അമ്മയെ അറിയാം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളത് അറിയാം. അങ്ങനെ നല്ല രസമുള്ള അമ്മയാണ് അത്. അതിലേക്ക് ലയിച്ചു അമ്മ ഇരിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കല കണ്ട് അതിൽ ലയിച്ചിരിക്കുന്ന ഒരു ഓഡിയനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ ലയിച്ചിരിക്കുന്ന അമ്മയാണത്. പക്ഷേ ഈ സിനിമയൊക്കെ ആകുമ്പോഴേക്കും അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇത്തിരി മോശമായിരുന്നു. എന്നാലും അമ്മ സിനിമ കണ്ടു. വില്ലനാവുന്ന ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. എന്നാലും എൻ്റെ മോൻ സിനിമയിലെത്തി, എൻ്റെ മോൻ ടി വിയിൽ കാണാം എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കൊരു സുഖമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ആ കഥാപാത്രമൊന്നും അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അമ്മയ്ക്ക് ഞാൻ നല്ല നല്ല കഥാപാത്രമായിരിക്കണം, എല്ലാവരും ചിരിക്കുന്ന, എല്ലാവരും കൈയടിക്കുന്ന കഥാപാത്രമായിരിക്കണം. അതാണ് നമുക്കിഷ്ടം. ഓക്കെ. ഇപ്പോൾ സിനിമ നടന്നു സജീവമായിട്ട് സിനിമയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ നാടകവും സജീവമാകുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? റെസ്റ്റ് ഇല്ലാണ്ട് ഇരിക്കാമല്ലോ. ഞാൻ സിനിമ ഉപേക്ഷിച്ചിട്ട് നാടകം കളിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, കളിക്കുന്നു എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോൾ ഇപ്പോൾ ഒരു 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 ആഘോഷം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു സാംസ്കാരിക സംഘടനയുടെ ഒരു വാർഷികാഘോഷം നടക്കുമെന്ന് വിചാരിക്കും. അവർക്കിപ്പോൾ ശിവജി ഗുരുവായൂർ എന്ന സിനിമാ നടനെ അവർക്കതൊന്ന് വേദിയിൽ ഇരിക്കാൻ കിട്ടണമെന്ന് വിചാരിക്കും. അപ്പോൾ സിനിമ ഉണ്ടെങ്കിൽ ഞാനത് പോയേ പറ്റുള്ളൂ. ഒരു ഡേറ്റ് അവർക്ക് ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി. പിന്നെ സിനിമ ഉണ്ടെങ്കിൽ സിനിമ ഒഴിവാക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് നാടകമുണ്ട്, അപ്പോൾ നാടകം ഉണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പോൾ നാടകം ഉണ്ടെങ്കിൽ പിന്നെ സിനിമ ഒഴിവാക്കാം എന്നല്ല. അല്ലാതെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി സിനിമ ഒഴിവാക്കാനായിട്ട് നല്ലതല്ലേ, നാടകം കളിക്കാനല്ലേ. അതിപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, അപ്പോൾ അവർക്കും ചെറിയൊരു ഇൻകമായി. കാരണം നാടകം കളിക്കാൻ വരുന്നവർക്കൊക്കെ പൈസ ഉണ്ട് ഇവിടെ. നാടകത്തിൻ്റെ ദിവസം ആര് വന്നോ അവർക്കൊക്കെ പൈസ ഉണ്ട്. അതാണ് അതിൻ്റെ രസം. അത് സെറ്റ് കെട്ടുന്നവനൊന്നും അല്ലെങ്കിൽ അഭിനയിക്കുന്നവൻ വേറെ ഒന്നല്ല, ലൈറ്റ് ചെയ്യുന്നവൻ വേറെ ഒന്നല്ല. ആര് വണ്ടിയിൽ കയറിയോ സ്റ്റേജിൽ വന്നോ അവർക്കൊക്കെ പൈസ ഉണ്ട്. അപ്പോൾ അത് അവർക്കൊരു വരുമാനമാണ്, അവർക്കൊരു പ്രചോദനമാണ് നാടകത്തിലേക്ക് വരാനുള്ള. അപ്പോൾ ആ അർത്ഥത്തിൽ നാടകം എനിക്ക് ഒരു സിനിമയെ മുടക്കുന്നൊന്നുമില്ല. എന്നാലും ഒരു മാസം മുമ്പ് പറയണം, ഇപ്പോൾ അടുത്ത മാസം 5-ാം തീയതി നമ്മൾ നാടകം കളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറിയിൽ കുറിച്ചിടും. അപ്പോൾ സിനിമാക്കാർ ഡേറ്റ് കഴിയുമ്പോൾ 5-ാം തീയതി എനിക്ക് പറ്റില്ല കേട്ടോ സാർ, അതൊന്ന് ഒഴിവാക്കി തരണം പറഞ്ഞാൽ അവരത് മാറ്റി മറിച്ചും തരാറുണ്ട് ഇതുവരെ. സിനിമയിൽ പറ്റും, അത് പക്ഷെ നാടകത്തിൽ പറ്റില്ല. ഇപ്പോൾ ഇപ്പോൾ നാടകം ഇപ്പോഴും നമ്മൾ നാടകം ചെയ്യുമ്പോഴും ഇപ്പോഴും നാടകത്തിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ നാടക നടൻ എന്ന് പറയുമ്പോഴും സിനിമാ നടൻ എന്ന് പറയുമ്പോഴും അപ്പോൾ ആ നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് അതൊരു
എന്താ അത്രയും ഒരു രണ്ട് അഭിനേതാവ് തന്നെയാണ്, രണ്ടിലും അഭിനയിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ, നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് വേണ്ട രീതിയിൽ ഇപ്പോഴും പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല നമുക്ക്. കാരണം ഒരു എഴുത്തുകാരൻ ഒരു കഥാപാത്ര സൃഷ്ടി നടത്തുമ്പോൾ, ഒരു പാത്ര സൃഷ്ടി നടത്തുമ്പോൾ അവരുടെ ഉള്ളിലൊരു അതിൻ്റെ ഒരു അനാട്ടമി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് അനുസരിച്ചിട്ടുള്ള നടീനടന്മാരെ തേടുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ ഒരുപക്ഷെ നിലവിലുള്ള നടീനടന്മാരെ ഒന്നും അവർക്ക് തൃപ്തിയായിക്കൊള്ളുന്നില്ല. അവരുടെ മനസ്സിൽ കണ്ട ഒരു രൂപം, ഒരു പരിധിവരെ അങ്ങനെയാണ് ഞാനും സിനിമയിലേക്ക് വന്നത്. ഈ ലാൽ ജോസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഉള്ളിൽ ആ ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഇങ്ങനെ ഇരിക്കണം, അയാളുടെ നടത്തം ഇങ്ങനെയായിരിക്കണം, അയാളുടെ രൂപം ഇങ്ങനെയായിരിക്കണം എന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അവകാശാൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് നടന്ന് സ്റ്റേജിലേക്ക് വന്ന് അവാർഡ് വാങ്ങി തിരിച്ചു പോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് അയാൾ പിന്നീട് പറഞ്ഞത്, ലാൽ ജോസ് പറഞ്ഞത്. അല്ലാതെ എന്നിൽ ഇതിനു മുമ്പ് കാണുകയോ ഞാൻ കാണുകയോ ഉണ്ടായിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുന്നു, ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ കുഴപ്പമില്ല, പകല് സിനിമയിൽ അഭിനയിക്കാൻ നാടകത്തിൽ രാത്രി പോവാം, പകലില്ല രാത്രി അല്ല ഇവിടെയല്ല ഗൾഫിലാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒഴിവായി. അതാണ് കാരണം, നാടകം ഒഴിവാക്കിയിട്ട് സിനിമയ്ക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവായി. അപ്പോൾ ഞാൻ ഒഴിവായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ലാൽ ജോസ്, അന്ന് കത്തി നിൽക്കുന്ന സമയത്തുള്ള ലാൽ ജോസ് ഇന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് ആർട്ടിസ്റ്റുകളോട് വരും. പക്ഷെ അദ്ദേഹം അതിനല്ല നിന്നത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോയിക്കോ എന്ന് പറയാനല്ല അദ്ദേഹം നിന്നത്. അദ്ദേഹം ചെയ്തത് സംവിധാനം കണ്ടെത്തി ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം വേറൊരാളെ കൊണ്ട് കുറേ ദിവസങ്ങളായി പഠിപ്പിച്ച് അതിന് കുറച്ച് ദിവസത്തേക്ക് വിടുതൽ വാങ്ങിയിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് പ്രചോദനം തരികയുണ്ടായത്. കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് ആ ആൾ വേണം. അതേപോലെ തന്നെ ഒരു ചൈനക്കാരി ഉണ്ടായിരുന്നു അതിൽ. ആ ചൈനക്കാരീനെ ആ കഥ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് അലഞ്ഞു, ഒരുപാട് ഇൻ്റർവ്യൂസ് നടത്തി, ഒരുപാട് പേരെ കാണാൻ ശ്രമിച്ചു. അപ്പോൾ ആ ചൈനക്കാരി ഒന്നുമില്ലെങ്കിൽ ആ സിനിമ ഇല്ല. അതേപോലെ ആ ചൈനക്കാരി ഞാൻ അങ്ങനെയുള്ള കുറച്ച് എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ അത് സിനിമ ഇല്ല എന്നാണ് പറയണത്. അത് ഒരു സംവിധായകൻ്റെ ഒരു ദൗത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രത്തെ അത് ആ 100% എത്തിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അദ്ദേഹം ചെയ്തത് എന്ന് കരുതി ആരഭിനയിച്ചാലും അത് നടക്കും. അത് സംവിധായകന് തൃപ്തികരമായിട്ടുള്ള ഒരാളാവില്ല എന്നാണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സിനിമ പോകേണ്ടത്. ലാൽ ജോസ് ഒരു മാതൃകയാണ് ശരിക്കും അതിൽ. ഒരു കഥാപാത്രത്തിന് വേണ്ടുന്ന ആകാര സൗഷ്ഠമുള്ള ഒരാളെ കണ്ടെത്തി ആ കഥാപാത്രത്തിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവരും ചെയ്യുന്നുമില്ല. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അങ്ങനെ നമ്മുടെ ഒപ്പം എത്താതെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ അവർ മുകളിൽ അഭിനയിക്കുക, അങ്ങനെ ഒരു ഇത് സിനിമയിൽ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? സിനിമയിലായാലും നാടകത്തിലായാലും നമ്മൾ എല്ലാവരും ഒരേ റേഞ്ചിൽ എന്ന് നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാടകത്തിലും ആണെങ്കിലും നാടകത്തിൽ പിന്നെ അങ്ങനെ ഒരു അലിഖിത നിയമം തന്നെയുണ്ട്. കാരണം മെയിൻ നടനെ അല്ലെങ്കിൽ മെയിൻ കഥാപാത്രത്തിനെ ഓവർടേക്ക് ചെയ്തിട്ട് മറ്റൊരു കഥാപാത്രം വരാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമം തന്നെയുണ്ട്. പക്ഷെ അത് ഒരുവിധം എത്രമാത്രം പാലിക്കാൻ കഴിയുന്നു എനിക്കറിയില്ല. സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ നായകനായിരിക്കും ഞാൻ, ചിലപ്പോൾ വില്ലനായിരിക്കും. അവിടെ സിനിമ കാണുമ്പോൾ ആ നായകൻ തന്നെയാണ് കയറി നിൽക്കേണ്ടത്. ഒരിക്കലും ഒരു വില്ലൻ പോയിട്ട് അയാളുടെ മേലെ കയറി ഒരു കയ്യടി നേടാൻ പാടില്ല എന്നൊരു നിയമം അവിടെ ഉണ്ടല്ലോ. അത് നിയമമായിട്ടല്ല, അത് കലാകാരൻ്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സിനിമയിലായാലും നാടകത്തിലായാലും, പ്രത്യേകിച്ച് സിനിമയിൽ ഈ പറഞ്ഞ പോലെ പുതിയ നടന്മാർ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് പലരും എന്നെ നോക്കി കാണുന്ന അയ്യോ ശിവജി ഗുരുവായൂർ വലിയ നാടകക്കാരൻ, വലിയ നടൻ എന്നൊക്കെയുള്ള ആ ഒരു ഭയം അവരിൽ അപ്പം തന്നെ വരും. അപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഞാൻ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രായമുണ്ടെന്നുള്ളൂ, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളൂ, നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചില പറ്റാത്ത അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതവർക്ക് സന്തോഷകരമാണ്, അവരത് അതേപടി തന്നെ സ്വീകരിക്കുന്നുമുണ്ട്. ആ അർത്ഥത്തിൽ ഈ ലൊക്കേഷനിൽ വരുന്ന പുതിയ ആൾക്കാരൊക്കെ എന്നോട് ഇഷ്ടമാണെന്ന് പറയാം. കാരണം ശിവജിഗുരുവാർ പേടിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താ മോനെ അത് എന്താണെന്ന്. അപ്പോഴാണ് പറയണത്, ആരെങ്കിലും പറയുന്നു സാറേ സാറിൻ്റെ മുമ്പിൽ സാറിന് കണ്ടാൽ പേടിച്ച് സാറിൻ്റെ മുമ്പിൽ അതുകൊണ്ടാണ് ഇന്നലെ അവൻ നന്നായിട്ട് അഭിനയിച്ച് സാറ് തന്നെ. അപ്പോൾ ഞാൻ അവനൊറ്റയ്ക്ക് കൊണ്ടുപോയി സംസാരിച്ച് എന്നെ അടുത്തറിയുന്ന ഒരാളാക്കി, അല്ലെങ്കിൽ എന്നെ ഒരു സുഹൃത്ത് പോലെയാക്കി ഇട്ടൊക്കെ മാറ്റി ചെയ്യിക്കേണ്ടത് വരുന്നുണ്ട്. അത് അവരുടെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പുതുമുഖ നടന്മാരായിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് പുതുമുഖ സംവിധായകർ വരുന്നുണ്ട്. അപ്പോൾ സാറും കുറേ പുതുമുഖ സംവിധായകരുടെ നവാഗതരായിട്ടുള്ള ആളുകളുടെ കൂടെ അവരുടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിലുണ്ടാവും ഒരു സീനിയർ ആർട്ടിസ്റ്റ്. ഇപ്പോൾ തിലകൻ ചേട്ടനൊക്കെയാണ് നാടകത്തിൽ വന്നിട്ട് അതിന് ശേഷം മലയാള സിനിമയിൽ സാറ് അങ്ങനെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അവർക്കും ഇത്തരം ഈ ഒരു ക്യാരക്ടർ പറഞ്ഞു തരുമ്പോൾ ഉള്ളൊരു അപ്പം അതിനൊക്കെ എങ്ങനെയാണ് അത് പല സിനിമയിലും നമ്മൾ ഇപ്പോൾ ഷൂട്ടിങ് ആരംഭിക്കുന്ന സമയത്ത് ഞാൻ സീറോ ആയിട്ടാണ് നിൽക്കാറ്. കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ വേണം എന്നുള്ളത്. നമ്മളൊരു മാംസപിണ്ഡമായി നിന്ന് കൊടുക്കുക, ഡയറക്ടർ അത് ആവശ്യാനുസരണം മോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു രീതി എനിക്കുണ്ട്. പക്ഷേ പലപ്പോഴും അത് തെറ്റിക്കേണ്ടി വരുന്നുണ്ട്. കാരണം സിനിമയിൽ പുതിയ സംവിധായകർ ആണ് വരുന്നത്, അവർക്ക് A to Z അറിഞ്ഞോളുന്നില്ല. സിനിമയെക്കുറിച്ച് മുഴുവൻ പഠിച്ച് സംവിധാനം ചെയ്യാൻ വരുന്നവർ വളരെ കുറവാണ്. നമ്മൾ പൃഥ്വിരാജ് പോലെയൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ചിട്ട് എല്ലാം പഠിച്ചിട്ടാണ്. ഒന്നും സംവിധാനം അതിൻ്റെ ഒന്നല്ല, ഒരു സിനിമയ്ക്ക് എന്തൊക്കെ വേണം മുഴുവൻ പഠിച്ചിട്ടാണ് ഒന്ന് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അത് അതേപോലെ എല്ലാവരും സംവിധാനം ചെയ്യാൻ അറിയുന്നില്ല, ഇവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു സംവിധായകൻ ഒരു അഭിനേതാവാവണമെന്നില്ല. പുതിയതായി വരുന്ന സംവിധായകൻ വേഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റാത്ത സംവിധായകരുണ്ട് നമ്മളവിടെ. അപ്പോൾ ഒരു സംവിധായകനാകുമ്പോൾ അഭിനയിക്കാനും അറിയണം രീതിയുണ്ട്. അഭിനയിക്കാൻ മാത്രമല്ല എല്ലാം അറിയുന്ന ഒരാളായിരിക്കും സംവിധായകൻ, എന്നാലാണ് അതിൻ്റെ ഒരു തലവനാവാൻ പറ്റുള്ളൂ. നേരത്തെ മറിച്ച് പൃഥ്വിരാജിൻ്റെ അവിടെ ഒരു നടനാണെന്ന് പറഞ്ഞത് അത് അദ്ദേഹം മോൾഡ് ചെയ്തെടുത്തോളൂ. ഇങ്ങനെ മോൾഡ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട രൂപത്തിലേക്ക് എന്നെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു സംവിധായകൻ്റെ ഡ്യൂട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, അതിൽ പറഞ്ഞത് ചെയ്യാൻ പറ്റണം നമുക്ക്. അതിപ്പോൾ സീനിയറായിട്ടുള്ള സംവിധായകർ ചിലപ്പോൾ ഇപ്പോൾ ജോഷി സാറൊക്കെ ഒരുപക്ഷെ ഞാൻ നാടകക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം എന്നെ കൂടുതൽ എൻ്റെ സഹായികളെ കൊണ്ട് പഠിപ്പിക്കാൻ നിൽക്കാറില്ല. അത് ശിവജി ചെയ്തോളൂ അങ്ങനെയുള്ള സംവിധായകരുണ്ട്. ശിവചേട്ടൻ അത് അങ്ങ് ചെയ്തോളൂ, കറക്റ്റായിരിക്കും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അത് പക്ഷേ എൻ്റെ ഈ നാടക പശ്ചാത്തലം കെടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എന്താണ് അവാർഡുകൾ, സംസ്ഥാന അവാർഡൊക്കെ സാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ അവാർഡുകൾ തന്നെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവാർഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ്. അതൊക്കെ പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് അവാർഡിന് വേണ്ടി ഇത് അവാർഡ് കിട്ടും അങ്ങനെ ഇതുവരെ മനസ്സിലായി വന്നിട്ടില്ല എൻ്റെ. അത് നാടകമാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. നാടകം ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നതിന് മുമ്പേ പലതവണ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേര് വന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ പല നാടകങ്ങളും ഇപ്പോൾ ചിരന്തനയിൽ കളിക്കുമ്പോൾ ഒരു നാടകം മേടപ്പത്ത് എന്ന് പറഞ്ഞ നാടകം കൊല്ലത്ത് വെച്ചിട്ടാണ് അതിൻ്റെ മത്സരം നടന്നത്. പക്ഷെ ആ നാടകം കഴിഞ്ഞവരെ എല്ലാവരും വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഞാൻ തന്നെ നാളെയാണ് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്നെ. അപ്പോൾ നമുക്കൊരു ഇതെന്താ ഞാൻ അവാർഡ് വാങ്ങാൻ പോകുന്നു. പിറ്റേ ദിവസം റേഡിയോ ഓണാക്കുമ്പോൾ പേര് പറയുമ്പോഴാണ് പേര് മാറിപ്പോയിരിക്കും. അപ്പോൾ അന്നും ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു അവാർഡിന് വേണ്ടി ഒരു മൂവി ചെയ്തിട്ടില്ല, അവാർഡിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ അന്ന് പറയുന്നത് കേട്ടത് എന്താ വെച്ചാൽ അവാർഡ് നമുക്കുണ്ടാകും, പക്ഷെ അത് നമ്മളുടെ പേരിലേക്ക് വരണമെങ്കിൽ ചില കളികളൊക്കെ ഉണ്ട്, ചില ആരെങ്കിലും അവിടെ പുഷ് ചെയ്യാൻ വേണം, അങ്ങനെയൊക്കെ ഉണ്ടത്രേ. അതുണ്ടെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാനും ഒരു ജൂറി ആയിട്ട് വരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എത്ര ആൾക്കാർ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനങ്ങനെ പോയിട്ടില്ല. എന്നാലും എനിക്ക് നാടകത്തിൽ അവാർഡ് കിട്ടി. പക്ഷേ ആ അവാർഡിന് മുമ്പ് നവരസ നായകൻ എന്ന് പറഞ്ഞൊരു നാടകത്തിനായിരുന്നു, കോഴിക്കോട് സങ്കീർത്തനയുടെ നവരസ നായകൻ. അതിനു മുമ്പ്
പലതവണ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്നത്തെ ജഡ്ജികളായിട്ടിരുന്നവർ എന്നോട് വന്ന് കുമ്പസാരിച്ചിട്ടുമുണ്ട്, എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാനതൊക്കെ ഒരു തമാശയായിട്ട് തള്ളിക്കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അത് അത്രമേൽ മനസ്സ് വേദനിച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ്. അങ്ങനത്തെ വന്ന് പറയുമ്പോൾ എന്താണ് സാറിൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത്. കാരണം അവരുടെ മനസ്സിൽ അവരുടെ ഭാഗത്താണ് ഞാൻ വന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അവർ അത്രമേൽ വിഷമിച്ചിട്ടാണല്ലോ അത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരാൾ വിഷമിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിപ്പോൾ എൻ്റെ കാരണക്കാരൻ ഞാനാണെങ്കിലും ആരായാലും അയാൾ അത്രമേൽ മനസ്സ് വിഷമിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത കാലത്താണ് ഡീറ്റെയിൽ. പക്ഷേ ഞാൻ അതിൻ്റെ മുമ്പ് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു സംശയം ഉന്നയിച്ചിട്ടില്ല, ഞാനൊരു അപ്പീലിന് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയില്ല, വേറെ ആൾക്കാണ്. ഓക്കെ, ഞാൻ സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ നാടക ഫീൽഡിലുള്ള ഒരാൾ ആഹാ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ല, കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നു. ഞാൻ അത്രയേ ഉള്ളൂ. മുന്നിലിരിക്കുന്ന ഇപ്പോൾ നാടകം കളിച്ച് മുന്നിലിരിക്കുന്ന ഒരാൾ നാടകം കഴിഞ്ഞ് കർട്ടൻ്റെ പിന്നിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ചെയ്താൽ അതിനൊക്കെ വലിയ അവാർഡ് എന്തുള്ളത്? അത് സിനിമയിൽ കിട്ടില്ല. അതൊക്കെ ഇപ്പോഴും സാറ് എങ്ങനെയാണ് ആസ്വദിക്കുന്നുണ്ട് അങ്ങനത്തെ? പിന്നെ എനിക്ക് ആസ്വദിക്കണം, എനിക്ക് സുഖമായിരുന്നതാണ്. ഞാനിപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞൊരു നാടകം കളിക്കുന്നുണ്ട്. അത് ആ നാടകം കഴിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് കാല് തൊട്ട് പോയത് കെട്ടിപ്പിടിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അത് അവരെ അത്രമേൽ ഇൻസ്പയർ ചെയ്യും, അവരെ അത്രമേൽ ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കഥാപാത്രം. അതല്ലേ വിജയം. അതല്ലാതെ ഞാൻ വളഞ്ഞ വഴി കൂടെയൊക്കെ പോയി ഒരു അവാർഡ് നേടിയെടുത്ത് എൻ്റെ അത് കാണുമ്പോഴേ ബുദ്ധിമുട്ടാവും നമുക്ക്. ആ ചെങ്ങായനെ വെട്ടി കയറി വാങ്ങിയതാണ്, അയാൾക്ക് കിട്ടേണ്ട അവാർഡായിരുന്നു വെറുതെ. അങ്ങനത്തെ ഒന്നാണോ നല്ലത്? കാണുമ്പോൾ ആഹാ ഒരു അവാർഡ്, ഇതല്ലേ വേണ്ടത് അല്ലേ? അത് ആ സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർസിൻ്റെ മക്കൾ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അഭിനയം അറിയുന്നവർ കുറേ പേര് പുറത്ത് നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് സിനിമ, അല്ലെങ്കിൽ അങ്ങേക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളത് സ്റ്റാർസിൻ്റെ മക്കൾ? ഒരുപാട് ആൾക്കാർ അഭിനയിക്കാൻ 100% പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ അവസരം കിട്ടാതെ നടക്കുന്നുണ്ട്. അതെനിക്കറിയാം. അവസരം കിട്ടിയാൽ അവരവരെ കഴിവ് നടക്കുന്നുണ്ട്. എന്നാൽ അത്രമേൽ കഴിവില്ലാത്ത അവർ സിനിമയിൽ തിളങ്ങി വരുന്നുണ്ട്. ഇത് പലതരത്തിൽ പറയാം. ഭാഗ്യമാണെന്ന് പറയാം. അപ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട് കഴിവ് മാത്രം ഉണ്ടായ പോലെ ഭാഗ്യം കൂടി വേണമെന്ന് പറയും. അപ്പോൾ ഭാഗ്യം തുണയ്ക്കാതെ ഭാഗ്യത്തിനെ പഴിച്ചുകൊണ്ട് ഇപ്പോഴും അലഞ്ഞ് നടക്കുന്നവരുണ്ട്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റും. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പണമിറക്കുന്നവന് ആരെ വേണമെങ്കിലും കയറ്റാമല്ലോ. ഞാൻ പണം മുടക്കിയാണ് സിനിമ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് നിർത്തി എടുത്തേക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരു തീരെ കഴിവില്ല എന്നല്ല പറയണത്, തീരെ കഴിവില്ലാണ്ട് പറ്റില്ല. അഭിനയത്തിൻ്റെ ഒരു 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 ലാഞ്ചന ഉള്ളിൽ വേണം, എന്നാലും തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വെറുതെ വെള്ളത്തിലാവുള്ളൂ. അതുപോലും ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. ഈ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് ഒന്നും പറ്റാതെ അവർക്ക് നമുക്ക് പറയാം, നോക്കിയാൽ മനസ്സിലാവും. പാവം, അതിന് അറിയില്ല കേട്ടോ, അതിന് അഭിനയിക്കാൻ അറിയില്ല. കാരണം ഇത് ജന്മസിദ്ധമായി കിട്ടുന്നൊരു കഴിവാണ്. അത് നമുക്ക് പഠിച്ച് നേടിയെടുക്കാൻ പറ്റില്ല. പിന്നെ ആ കഴിവിനെ, ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ ആ ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അത് ജന്മസിദ്ധമായിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് അറിയാം, അവനത് ബോൺ ടാലൻ്റ് അല്ല അവൻ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അവൻ്റെ നിൽപ്പും അവൻ്റെ കൈ എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല, കാലെങ്ങിട്ട് നിൽക്കുന്നത് അറിയില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥ വരും. സാധാരണ രീതിയിൽ നടന്നു പോകുന്ന ആൾക്ക് നീ നടക്കുന്ന പോലെ അങ്ങ് നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ നടത്തത്തിലൊക്കെ ആകെ മാറ്റം വരും. അത് ആ കാലാണ് ആദ്യം വെക്കേണ്ടത്, ഈ കാല് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ കൈയാണ് പിന്നിലേക്ക് പോകേണ്ടത്. അത് ആകെ ഒരു കൺഫ്യൂഷനാകും. അത് സാധാരണ നടക്കുന്ന പോലെ നടന്നാൽ മതി. സംവിധായകനും പറയും മക്കൾ നടക്കുന്ന പോലെ അങ്ങോട്ട് എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാറില്ലേ നമ്മൾ, അപ്പോൾ അതുപോലെ അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതി കേട്ടോ. ആ ശരി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ പോലെ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ കൈ തലയിലാണോ അതോ ഇങ്ങനെ വെച്ചിട്ടാണോ അതോ ഇങ്ങനെയാണോ, ഇതാകെ കുളമാവും. അത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഈ അഭിനയം ഉള്ളിൽ ജന്മസിദ്ധമായിട്ട് കിട്ടണമെന്ന് പറയുന്നത്. അത് കിട്ടിയവനെ ഈ പ്രശ്നം വരില്ല.
ഇപ്പോൾ സാറ് ഒരുപാട് നടന്മാരെ കൂടെ അഭിനയിക്കുന്നു, ഇങ്ങനെ അഭിനയിച്ച് യാത്ര പോകുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും നല്ല സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങളാണ്, അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഒരു സംവിധായകനെ അടുത്ത് കാണുന്നത് ലാൽ ജോസിനെയാണ്. അത് ഈ ഒരു എന്നിലേക്ക് വന്നതാണ്. ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ അദ്ദേഹം വാങ്ങി എന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ കാണുന്ന പ്രശ്നമല്ല ഞാൻ വിളിച്ചില്ല എന്നുള്ളത് കുഴപ്പം. അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ച് വരുത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സിനിമാ നടൻ എന്ന് പറയുന്നത് ഈ അറബിക്കഥയിലേക്ക് ചെന്നപ്പോൾ ശ്രീനി ചേട്ടൻ. അതുപോലെ തന്നെ അതിനേക്കാൾ മുമ്പ് ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇന്ദ്രജിത്ത് എന്നോടൊപ്പമായിരുന്നു അങ്ങോട്ട് ഈ അറബിക്കഥയ്ക്ക് വേണ്ടി വന്നത്. അവിടെ ചെന്ന് പിന്നെ ലൊക്കേഷനിൽ വന്നപ്പോൾ അമ്പിളിച്ചേട്ടൻ, അതായത് ജഗതി ശ്രീകുമാർ, അതുപോലെ തന്നെ ശ്രീനി ചേട്ടൻ, അവരൊക്കെയാണ് നമ്മൾ. അപ്പോൾ അവരൊക്കെ സിനിമകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്പിളിച്ചേട്ടൻ്റെ സീനൊക്കെ നല്ല പഴയ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ കണ്ടപ്പോഴുള്ള കൗതുകം ഉണ്ട്. എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇങ്ങനെ നാടകക്കാരനാണ്. അപ്പോൾ നാടകക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ ആളായി. അത് വലിയൊരു ഗുണമുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം നാടകക്കാരനാണെന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, ലാലേട്ടനും ഇഷ്ടമാണ്, ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരോട് ആദ്യത്തെ ഷോട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ലാഗിങ് വന്നു. അപ്പോൾ ശ്രീനിച്ചേട്ടൻ പറഞ്ഞാൽ അത് ഒരു അല്പം ലാഗിങ് ഉണ്ട് സാർ, എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടവരാകുന്നത്. ഒരു സംവിധായകനോ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തിട്ട് ഉൾക്കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണോ അത് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇതാണ് ഒരു നടൻ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുണ്ടാവാൻ അതാ വേണ്ടോ, അതെനിക്ക് പറ്റുന്നുണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് അത് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ പരിചയപ്പെടുന്നു. പിന്നെ ഞാൻ അവരുടെ ആളാവുന്നു. കൊടും തണുപ്പത്ത് രാത്രി ഇരിക്കുമ്പോൾ മദ്യപിക്കണമെന്ന് വരുന്നു, വേണ്ടെന്ന് പറയുന്നു. ഞാൻ മദ്യപിക്കുന്ന ആളാണ്, പക്ഷെ അവരെ കൂടെ നമ്മൾ മദ്യപിക്കേണ്ട. ഒരു സ്ഥാനീയരായിട്ടാണ് ഇപ്പോൾ അമ്പിളിച്ചേട്ടനെ ആയാലും ശ്രീനിച്ചേട്ടനൊക്കെ എനിക്ക് അന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുന്നുണ്ട്, അവരടുത്ത് സീറ്റുണ്ട്. ഇനിയിപ്പോൾ അറബിക്കഥ കഴിഞ്ഞു, വേറൊരു സിനിമയിലേക്ക് വരുന്നു. ഇപ്പോൾ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ വരുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ അവിടുന്ന് പരിചയം ചിലപ്പോൾ അവർ അത് ശിവജി മറ്റേ അറബിക്കഥയിലെ അയാൾ നാടകക്കാരനാണ്. അപ്പോൾ അവരെന്നെ അടുത്തേക്ക് വിളിക്കും, അല്ലെങ്കിൽ വിളിച്ചോളണമെന്നില്ല. ഇപ്പോൾ ഒരു രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന എന്നെ ഇപ്പോൾ മമ്മൂട്ടി ആയാലും മറ്റുള്ള ഏത് നടനായാലും സീനിയർ നടന്മാരായാലും അവരെന്നെ അത്ര ശ്രദ്ധിച്ചോളണമെന്നില്ല, അത് അങ്ങനെ വിട്ട് കളഞ്ഞല്ലോ. പക്ഷേ അവരടുത്ത് എനിക്കൊരു കസാര കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു നാടകക്കാരനായതുകൊണ്ട് തന്നെയാണ്. ശ്രീനി സാറ് എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ളൊരു, ഇപ്പോഴും ഇപ്പോൾ ആൾ പല ഇൻ്റർവ്യൂസിലും വിവാദപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണ്ടേ, അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും ഈ നിമിഷം വരെ ഇത്രയേറെ സംവിധായകരുടെ കീഴിൽ ഇത്രയേറെ ആർട്ടിസ്റ്റുകളോടൊപ്പം ഇത്രയേറെ ടെക്നീഷ്യൻസിനൊപ്പം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതായത് പങ്കെടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു 300 സിനിമറ്റായി, കുറേ അധികം തോന്നുന്നു, ചെറുതും വലുതൊക്കെ ആയിട്ട്, ഇറങ്ങിയതും ഇറങ്ങാത്തതൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ ഫോണിൽ സിനിമാ രംഗത്തുള്ളവരുടെ നമ്പർ അധികമില്ല എന്നല്ല, ഇല്ല. കാരണം ഞാൻ ആരുടെ നമ്പർ അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ആരും വിളിച്ച് ശല്യം ചെയ്യാറില്ല. ലാൽ ജോസിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 1-2 തവണയായിട്ട് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരാളുടെയും നമ്പർ എൻ്റെ ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടി വരുന്നില്ല. പിന്നെ ചെറിയ ഈ നാടകത്തിൽ നിന്നൊക്കെ എന്നോടൊപ്പം നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 3ാമത്തെ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മെയിൻ സ്ട്രീമിലല്ലാതെ നിൽക്കുന്ന അവരുടെ കുറച്ച് ആൾക്കാരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെയുള്ള ഒരാളുടെയും നമ്പർ എൻ്റെ ഇല്ല. ഞാൻ അവരെ വിളിക്കാറില്ല, പരിചയപ്പെടാറില്ല, ബന്ധപ്പെടാറില്ല, വിശേഷങ്ങൾ ചോദിക്കാറില്ല, ഒന്നുമില്ല. എന്നെ ആരും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഇട്ട് ബന്ധപ്പെടാറില്ല. എന്നാലും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വല്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ പത്രത്തിലൂടെയോ ഒക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. ശ്രീനിച്ചേട്ടൻ സുഖമില്ലാത്തൊരവസ്ഥയാണ്, നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ അമ്പിളിച്ചേട്ടന് വല്ലാത്ത വിഷമമുണ്ട്. അവരൊക്കെ സിനിമയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അവരിൽ നിന്നൊക്കെ ഒരുപാട് ഇനിയും കിട്ടാണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ ആഗ്രഹത്തിനെല്ലാം മുൻതൂക്കം. ഈ അമ്പിളിച്ചേട്ടനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അങ്ങനെ ഭയങ്കര രസമാണ്. അമ്പിളിച്ചേട്ടൻ സെറ്റിലുണ്ടെങ്കിൽ പിന്നെ അന്ന് ഭക്ഷണം പോലും വേണ്ട, അത്ര പുള്ളി അതിനെ പറ്റിയിട്ട് പാരഡിയൊക്കെ ഉണ്ടാക്കി പാടും. അങ്ങനെ ഒരു പാരഡി ഇപ്പോഴും ഉണ്ടല്ലോ, കാറ്റ് വന്നു കള്ളനെ പോലെയാണ് പറഞ്ഞിട്ട് പാട്ടില്ലേ. അപ്പോൾ അതിന് പാരഡി ശിവജി വന്നു
കള്ളനെ പോലെ ഉമ്മ കൊടുത്തു കാമുകനെ പോലെ. അപ്പം അതിലുള്ളൊരു നടിയുടെ പേര് വെച്ചിട്ടാണ് അങ്ങനെ നമ്മളെ ചിരിപ്പിക്കാനും നല്ല രസമാണ്. ഇപ്പോൾ ഗുരുവായൂരൊക്കെ വരുമ്പോൾ എന്നെ പുള്ളിക്ക് പോകുന്നത് പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെയാവുന്നുണ്ട്. ഗുരുവായൂർ വരുമ്പോൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകും. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് നാടകത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് ഇനി എങ്ങനെയാണ് സാറിൻ്റെ? നാടകത്തിൽ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. കാരണം എനിക്ക് അഭിനയിച്ച് നാട് നന്നാക്കുന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു നാടകം നടത്തി നാട് നന്നാക്കി കിടക്കാം, നല്ലൊരു നാടകം നടത്തിയിട്ട് അത് ചെറുപ്പക്കാരെ മുഴുവൻ ബോധവൽക്കരിച്ച് കളയാം. ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ പോയി. ഇപ്പോൾ ഇനി എനിക്കുള്ളത് നാടക പ്രസ്ഥാനം, നമ്മുടെ മലയാള നാടക പ്രസ്ഥാനം ഈ പറഞ്ഞ പോലെ നിന്നു പോകുന്നു, ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ളൊരു അപഖ്യാതിയിൽപ്പെട്ട് കിടക്കുക. അതുപോലെ തന്നെ നാടക പ്രവർത്തകർ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ എപ്പോഴും ഇതൊരു ഭ്രാന്താണ് ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ സർക്കാർ ജോലി പോലും ഉപേക്ഷിച്ച് നാടകത്തിലേക്ക് വന്ന് ചാടുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. അപ്പോൾ അവർക്ക് നാടകം കളിക്കുക എന്ന് പറഞ്ഞൊരു ഭ്രാന്താണ്. ഇപ്പോൾ നാടകത്തിനെ സംരക്ഷിക്കാൻ നാടകം നിന്ന് പോകുന്നു, നാടകം ജനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള ഖ്യാതി കേൾക്കുന്നില്ലേ? പക്ഷെ അവരാരും അവരെല്ലാവരും ഈ നാടക പ്രസ്ഥാനത്തിനെയാണ് പറയുന്നത്. നാടകം എന്ന ആ ഒരു പ്രസ്ഥാനത്തിനെ പറഞ്ഞു അത് നിന്നു പോകുന്നു, അത് ജനങ്ങളാകുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കൊണ്ടു നടക്കുന്ന കലാകാരന്മാരെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഈ കലാകാരന്മാരില്ലെങ്കിൽ നാടകമില്ല. ഈ കലാകാരന്മാർ എപ്പോൾ ശോഷിക്കുന്നു, നാടകം ശോഷിക്കും. അല്ലാതെ നാടകത്തിന് വേറൊരു ശോഷിപ്പ് സംഭവിക്കുന്നില്ല. ആ നാടകത്തെ ആചരിച്ച് ഉണർത്തിക്കൊണ്ടു പോകുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അത് നാടക സംസ്കാരത്തെ, നാടക പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, ഈ നാടിന് നാടകം എന്നുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ നാടക കലാകാരന്മാർ ഈ ഇന്നത്തെ കേരളം ഇങ്ങനെ ആവാൻ വേണ്ടി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. ഇപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകമൊക്കെ എടുത്തിട്ട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇതിന് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം ഒരു കേരളത്തെ ഇന്നത്തെ കേരളമാക്കാൻ വേണ്ടി നാടകം വഹിച്ചിട്ടുള്ള പങ്ക് അതൊരിക്കലും മറക്കാവുന്നതല്ല. അകത്ത് അടുക്കളയിൽ പുകഞ്ഞു തീർന്ന അന്തർജനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു നാടകം വേണ്ടി വന്നു അല്ലേ? അങ്ങനെ എത്ര ഒരു നവോത്ഥാനങ്ങൾ നടന്നുപോയി. ആ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു കണ്ണി നാടകം തന്നെയായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ നാടക പ്രവർത്തകരാണ് ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങി പോകുന്നത്. അതങ്ങനെ പോകാൻ പാടില്ല. അത് വേണ്ട വിധം സർക്കാർ ശ്രദ്ധ ചെലുത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 4-5 വർഷമായി. അരങ്ങും അണിയറയും എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ 5ാം വാർഷികം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഈ അരങ്ങും അണിയറയിലൂടെ നാടക പ്രവർത്തകരെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യമാണ് അപ്പോൾ എനിക്കുള്ളത്. ഈ നാടക പ്രവർത്തകർ ഒരിക്കലും ഒരുമിക്കുന്ന അത്ര ശീലക്കാരല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊരു നാടകം, അതൊരു കുടുംബമാണ്, അതൊരു ടീം. അങ്ങനെ എത്ര നാടക സമിതികളുണ്ടോ അത്രയും നാടക ടീമുകൾ. അപ്പോൾ നാടക സംഘങ്ങൾ അങ്ങനെയാണ്. ഈ സംഘങ്ങളെല്ലാം കൂടി ഒരൊറ്റ സംഘമാവുക എന്ന് പറയുന്നിടത്താണ് ഈ നാടക പ്രവർത്തകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ നാടകക്കാർ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ നിലനിൽപ്പും സർക്കാരിനോട് സംസാരിച്ച് വേണ്ടതൊക്കെ അവകാശപ്പെട്ട് പരങ്കുമണിയറയിലൂടെ കുറേയേറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. നാടകക്കാരെ മുഴുവൻ ഒരു ഡാറ്റ ബാങ്കിലേക്ക് ഇടാനുള്ളൊരു പ്രവർത്തനം സംഗീത അക്കാദമി നടക്കുന്നു. എല്ലാ നാടക പ്രവർത്തകരെയും എല്ലാ കലാകാരന്മാരെയും ഒരു ഡാറ്റ ബാങ്ക്. കാരണം അത് നമ്മൾ ഈ കോവിഡ് സമയത്ത് അരങ്ങുമണിയറയും വെച്ച ഡിബേറ്റ് കുറേ മന്ത്രിമാരായിട്ടൊക്കെ ഡിബേറ്റ് വെച്ചപ്പോഴും മന്ത്രി തലത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന നാടകക്കാരോ എത്ര പേര് നാടകക്കാർ നാടകക്കാരെ പറ്റിയിട്ട് ഒരു വിവരവും നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല. ഈ വർഷാവർഷം ഒരു അവാർഡ് വാങ്ങുന്ന അവരുടെ പേര് മാത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതും ആ ഒരു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ടൊരു കണക്ഷനില്ല. സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഞാനൊരു അവാർഡ് വാങ്ങിയെങ്കിൽ ഈ അവാർഡ് ആ വിതരണം കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ആവുകയാണ്. ഇയാൾ സർക്കാരിൻ്റെ ഭാഗമാവുന്നില്ല. ഇയാൾ സർക്കാരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇയാൾ ചുറ്റുപറ്റിയിട്ടുള്ള നാടക പ്രവർത്തകരുടെ കാര്യങ്ങൾ അവിടേക്ക് എത്തുമായിരുന്നു. ഇപ്പം ദൈവാധീനം കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അക്കാദമിയിൽ പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കരുവല്ലൂർ മുരളി പോലെയുള്ള വലിയ നാടക പ്രേമി നാടക പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന ഒരു മഹാൻ
നമുക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ധാരണ. പാരങ്ങ് മണിയറയുടെ പ്രവർത്തനത്തിലാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഒപ്പം തന്നെ ഇത്രയും ഈ ഒരു വലിയൊരു പ്രസ്ഥാനം അങ്ങയുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം.